ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ചക്കയപ്പമാണ് കേട്ടോ. നല്ല വാഴയിലയിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ചക്കയപ്പത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസൺ ആണല്ലോ, എല്ലാവരുടെയും വീട്ടിൽ മിക്കവാറും ചക്കയപ്പമൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ പലരുടെയും വീട്ടിൽ ഞാൻ കാണുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ ചക്കയപ്പം ഉണ്ടാകുന്നത്. ഇനി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് നമ്മുടെ വരിക്കച്ചക്കയാണ് കേട്ടോ, വരിക്കച്ചക്ക കുരുവൊക്കെ കളഞ്ഞിട്ട് വളരെ തിന്നായിട്ട് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ഇടണം. ഇനി അതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഓപ്ഷണലാണ്, ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടായതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തത്. ഈ മധുരം എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഏലക്ക പൊടിച്ചതും. പിന്നെ നമ്മുടെ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്, ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് ചെറുതായിട്ട് നമ്മൾ ഈ ഇലയപ്പമൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം. ഈ കുഴച്ച് വെച്ചേക്കുന്ന മാവ് നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നമ്മൾ വാഴയിലയോ വഴനയിലയോ ഏതില വേണമെങ്കിലും എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇലയെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ ഒരു നമുക്ക് ഏതൊരളവിനാണോ കട്ട് ചെയ്തെടുക്കുന്നത് ആ ഒരു അളവിന് നമ്മൾ വാഴയില കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇതേപോലെ പരത്തി വെച്ച് കൊടുക്കണം. ഇലയപ്പം ഉണ്ടാക്കാനും ചക്കയപ്പമൊക്കെ ഉണ്ടാക്കുന്നവരും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി പ്രത്യേകം ഇതെങ്ങനെയാണ് പരത്തേണ്ടതെന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഒരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന്. നമ്മുടെ വീട്ടിലും, അതായത് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയാണ് കേട്ടോ, ഞങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിലും ഇതേപോലെ ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ കുഴച്ച് വെച്ച് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നേരെ കൂടുതലും ഞാൻ വീഡിയോസിലും അവിടെ ഇവിടെയൊക്കെ കണ്ടേക്കുന്നത് ഇതുപോലെ ചക്ക അരിഞ്ഞ് അരച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, ഇതേപോലെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലി മറ്റേ ഈ അരച്ചുണ്ടാക്കുന്നതിലും എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. കാരണം ഞാൻ 2 രീതിയിലും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇതാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അതായത് നമുക്ക് ചെറുതായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ നമ്മുടെ ചക്ക, അതിനാണ് ഒരു പ്രത്യേക നമുക്ക് ഇത് കഴിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നത്. ഓവറായിട്ട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഇനി നമ്മൾ ഓൾറെഡി ഈ ഇലക്കകത്തെല്ലാം പരത്തി വെച്ചേക്കുന്നതുണ്ടല്ലോ, അതെല്ലാം കൂടെ നമ്മൾ ഇഡലി തട്ടിലേക്ക് മാറ്റിയിട്ട് ആവിയിൽ നമ്മൾ ഇത് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 20-25 മിനിറ്റ് മതി ഇത് വെന്തെടുക്കാൻ വേണ്ടിയിട്ട്. വെന്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും. നല്ല ഭംഗിയില്ലേ കാണാൻ, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്താണേലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ.